Watch full episodes on Jio Hotstar. Ibaiska normalastico. Ibaiska normalastico. ഇനി എന്റെ കാര്യം പോകാണെന്നാ തോന്നുന്നത്. രുദ്ര, നിന്റെ മാജിക്കൽ പവേഴ്സ് ഒന്നും ഇപ്പൊ വർക്കാവുന്നില്ല എന്ന് വെച്ചാ ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആവുന്ന തോന്നുന്നേ. ഇതൊക്കെ സംഭവിക്കാൻ കാരണം ഞാനാണ്. സോറി രുദ്ര, സോറി. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നീ സ്വയം ശിക്ഷ അനുഭവിച്ചിട്ട് എന്താ കാര്യം? എല്ലാം സംഭവിച്ചു. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ. മാഗ്നമാനെ വകവരുത്താൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ആദ്യം നിങ്ങൾ എന്റെ പോക്കറ്റിലിരിക്കൂ. ഇത് ഞാനാണ് രംഗീല. രുദ്ര, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക. രംഗീല നീയാണോ? സോറി, നീയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാ പിന്നെ വേഗം വരൂ. വേഗം ചെന്ന് മെയിൻ ഗേറ്റ് ക്ലോസ് ചെയ്തേക്ക്. മെയിൻ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയാൽ പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് വരാൻ കഴിയില്ല. അത് പറഞ്ഞു ശരിയാ രുദ്ര, ഞാൻ ഉടനെ ചെയ്തേക്കാം. ഇതെന്താണിത്? വാതിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. വിരുന്നുകാരനെ വരവേൽക്കാൻ പോലും ഇവർക്ക് ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഇത്രയും വലിയൊരു പാലസോ? പക്ഷെ എന്നെ സ്വാഗതം ചെയ്യാൻ ഇവിടെ ആരും തന്നെ ഇല്ല അല്ലേ? മാഗ്നമാന്റെ ഒപ്പം ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു ഫലവും ഇല്ല. അവനെ തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണം. ജിഗ്ലി, ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാവരും എവിടെയാണ് പോയി പതുങ്ങിയിരിക്കുന്നത്? എത്രയും വേഗം പുറത്തേക്ക് വരൂ. മാഗ്നമാൻ പാലസിലേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വരവേൽക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? കൊട്ടാരത്തിൽ ചായയും സ്നാക്സും ഒക്കെ റെഡിയാക്കുന്നത് ഇവന്റെ ജോലിയാണ്. പക്ഷെ ഇവനെ നിങ്ങൾ വളരെ ചെറിയവനാക്കി മാറ്റിയില്ലേ? ആദ്യം നിങ്ങൾ ഇവനെ ഒന്ന് ശരിയാക്കി മാറ്റുമോ? അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങൾ വരവേൽക്കാം. ഞാൻ അവനൊരു ചെറിയ ശിക്ഷ നൽകിയതായിരുന്നു. അവൻ എന്റെ ബോസ് ആകണമെന്ന് ആഗ്രഹിച്ചു പോയി. അതുകൊണ്ടാ. ഇന്ന് പിടിച്ചു. ഇപ്പൊ തന്നെ ഞാൻ അവനെ പഴയതുപോലെ ശരിയാക്കാം. താങ്ക് യു മൈ ഡിയർ ബോസ്. ഇപ്പൊ നിനക്ക് ബുദ്ധി വന്നു അല്ലേ? ഇനി ഒരിക്കലും നീ എന്റെ ബോസ് ആകാൻ ശ്രമിക്കരുത്, മനസ്സിലായല്ലോ? ചെല്ല്, എനിക്ക് വേണ്ടി വളരെ സ്വാദിഷ്ടമായ ആഹാരങ്ങൾ കൊണ്ടുവരൂ. ഞാൻ ആകെ തളർന്ന അവശനായിരിക്കുകയാണ്. ആവശ്യമില്ലാതെ കുറെ അടിപിടിയെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ ഇത്? അല്ല, കിച്ചണിൽ എവിടെയും വെള്ളം വരുന്നില്ല. മാഗ്നമാം, അതെങ്ങനെയാണെന്നറിയില്ല. ഞങ്ങളുടെ കിച്ചണിൽ ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ലെന്നേ. വെള്ളമില്ലാതെ എല്ലാം ഡ്രൈ ആയിരിക്കാണ്. ചായയും സ്നാക്സും ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? എന്ത്? വെള്ളം ഇല്ലാതാക്കിയത് ഞാനാണ്. എനിക്ക് വെള്ളം ഇഷ്ടമല്ല. എനിക്ക് ഫ്രഷായ ജ്യൂസ് എടുത്തുകൊണ്ടുവാ. മാഗ്നമാൻ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ മുത്തശ്ശനെ രക്ഷിക്കും. ധൈര്യമുണ്ടെങ്കിൽ എന്റെ പുറകെ വാ, എന്നെ വന്ന് പിടിക്ക്. രുദ്രയുടെ ഈ കളി അവസാനിപ്പിച്ചേ പറ്റൂ. രുദ്ര, നിൽക്കൂ. എന്റെ കൂടെ ഫൈറ്റ് ചെയ്യൂ.
എന്റെ സ്കൂട്ടർ I like your fighting spirit, Rudra. പക്ഷേ നിനക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്താ എനിക്ക് സംഭവിച്ചത്? ഓ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ നീ എന്നെ പറ്റിച്ച് ഈ കാട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണല്ലേ. അതുകൊണ്ട് എന്റെ മാഗ്നറ്റ് പവർ കൊണ്ട് ഒരു സാധനവും ഒട്ടിച്ചേരില്ല. മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട്, പ്രശ്നം വരുമ്പോ ധൈര്യത്തോടെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്ന്. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും സംശയിക്കരുത്. ഇബൈസ്കോ സിബൈസ്കോ മാജിക്കൽ ബോൾ ക്രിയാറ്റോ. ഞാനിവിടുന്ന് ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. വേണ്ട, വെള്ളം വേണ്ട, വെള്ളത്തിൽ എന്നെ തള്ളിയിടരുത്. ഞാൻ ആദ്യം മുതൽ ഒരു കാര്യം ആലോചിക്കായിരുന്നു. സർ മജസ്റ്റിക്കോ നിന്നെ ബോക്സിൽ അടച്ചു വെച്ചിട്ട് എന്തിനാ വെള്ളത്തിൽ വലിച്ചെറിഞ്ഞു എന്ന്. നീ പാലസിൽ വന്ന ഹേറ്റ് വാട്ടർ എന്ന് പറഞ്ഞപ്പോ എന്റെ സംശയം ക്ലിയർ ആയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്റെ വീക്ക് പോയിന്റ് വെള്ളമാണെന്ന്. പ്ലീസ് വേണ്ട, എന്നെ വെള്ളത്തിൽ തള്ളിയിടരുത്. നീ പറയുന്ന എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നീ വീണ്ടും വെള്ളത്തിൽ പോണ്ടെന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ സർ മജസ്റ്റിക്കിനെയും മുത്തശ്ശനെയും റിലീസ് ചെയ്യണം. ഇപ്പൊ തന്നെ ചെയ്തേക്കാം. വേണ്ട. രുദ്ര, നീ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ട് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കോ, ഞാൻ ഇപ്പോൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. നീ എന്ത് ചെയ്യും മാഗ്നമാൻ? സർ മജസ്റ്റിക്കോ, നിങ്ങളോ? നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? രുദ്രയെ പോലും എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആ സ്ഥിതിയിൽ എനിക്ക് എങ്ങനെ നിങ്ങളെ ജയിക്കാൻ പറ്റും? ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും നിനക്ക് പോവാൻ പറ്റില്ല. നീ ഇപ്പൊ പോകും, വീണ്ടും തിരിച്ചു വരും, എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യും.
അതുകൊണ്ട് നീ ശരിക്കും ഇരിക്കേണ്ട സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞയക്കുന്നത് വളരെ ആവശ്യമാണ്. വേണ്ട വേണ്ട സർ മെജസ്റ്റിക്കോ, എന്നോട് ക്ഷമിക്കൂ. എന്നെ നദിയിലേക്ക് വീണ്ടും എടുത്ത് വലിച്ചെറിയരുത് പ്ലീസ്. മാഗ്നമാൻ, ഇനി നിന്നെ ഞാൻ നദിയിലേക്കല്ല വലിച്ചെറിയാൻ പോകുന്നത്, കടലിലേക്കാണ്. വേണ്ട വേണ്ട, ഇങ്ങനെ ചെയ്യരുത്. വേണ്ട വേണ്ട. നീ വീരശൂര പരാക്രമി മാത്രമല്ല, വളരെ ബുദ്ധിമാനുമാണ് രുദ്ര. ഐ ആം പ്രൗഡ് ഓഫ് യു. അവസാന നിമിഷത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഒരു പ്രശ്നവുമില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.